കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത്തവണ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. നിലനിർത്താൻ LDF കച്ചകെട്ടി ഇറങ്ങുമ്പോൾ ഇത്തവണ എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് UDF ഇറങ്ങുന്നത്. താമരശ്ശേരി ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥിയാണ് നമ്മുടെ കൂടെയുള്ളത്, സെയ്ദ് മുഹമ്മദ് സാദിഖ്. SFIയിലൂടെ തന്നെ പരിചിതനായ ഒരു മുഖമാണ്. ഈ ആളുകളിലേക്ക് എത്തുന്ന ഒരു യുവ നേതാവ് കൂടിയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു, ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ? നാളെയാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ആദ്യമായാണ് നേരിടുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി, കഴിഞ്ഞ 11-ാം തീയതി തൊട്ട് ഇന്നേക്ക് ഒരു മാസം ആവുകയാണ്. ഒരു മാസക്കാലമായി തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ വലിയ പോസിറ്റീവായ പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും നല്ല പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ കഴിഞ്ഞ 2 ടേമുകളിലായി നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതോടൊപ്പം ഈ താമരശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹപരമായ നടപടികളോടുള്ള ജനങ്ങളുടെ പ്രതിഷേധവും ഈ പ്രചാരണത്തിലുടനീളം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ താമരശ്ശേരി സംബന്ധിച്ച് UDFനൊരു കുറച്ചൊരു മേൽക്കൈയുള്ളൊരു പ്രദേശം കൂടിയാണ് താമരശ്ശേരി എന്ന് പറയുന്നത്. അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു വെല്ലുവിളി കൂടിയുണ്ട്. പക്ഷെ അതിനെ ഒന്ന് ലഘൂകരിക്കുന്നത് ഇവിടെ ഒരു നാട്ടുകാരനായി തന്നെ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായും UDFന് മേൽക്കോയ്മ എന്നൊന്നും പറയാൻ സാധ്യമാകുന്ന ഒരു അന്തരീക്ഷമില്ല. കാരണം ഈ കൊടുവള്ളിയും താമരശ്ശേരിയും എല്ലാം മുൻകാലങ്ങളിൽ അട്ടിമറി ജയത്തിന് പേരുകേട്ട പ്രദേശങ്ങളാണ്. ഇത്തവണയും അത്തരത്തിലൊരു അട്ടിമറി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ നാട്ടുകാരൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായ ഘടകമാണ്. എതിർ സ്ഥാനാർത്ഥി ഈ പ്രദേശത്തുള്ള ആളല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതിനപ്പുറം രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു യുവാവ് എന്നുള്ള പരിഗണനയുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയപരമായി ഗവൺമെന്റും അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അനേകം പ്രശ്നങ്ങളാണ്. യുവാക്കളുടെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നം, റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. അവയെല്ലാം സോഷ്യൽ മീഡിയ കണ്ടന്റുകളായി തയ്യാറാക്കി ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ക്യാമ്പയിൻ രീതിയാണ് അവലംബിച്ചത്. ഓരോ പ്രദേശത്തെയും ചെറിയ ചെറിയ വികസന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഒരു ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ നിലവിലെ UDFന്റെ ഭരണ സംവിധാനം താമരശ്ശേരി പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നും ഭരിക്കുന്ന ആ ഒരു ബോഡിയിലേക്ക് ഈ പ്രദേശത്തു നിന്ന് ഒരു LDFന്റെ പ്രതിനിധി കടന്നു വന്നാൽ കൊള്ളാമെന്നുള്ളൊരു അഭിപ്രായം ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ബാക്കിയുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായും നാട്ടിലേക്ക് ഇറങ്ങി മാത്രം പ്രചരണം നടത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ അടക്കം ശക്തമായ പ്രചരണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് എത്രത്തോളം പോസിറ്റീവ് ആവുമെന്ന് കരുതുന്നുണ്ട്? ഒരു ഹൈബ്രിഡ് പ്രചാരണ രീതിയാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ ഘട്ടത്തിൽ തന്നെ കോഴിക്കോട് വാർത്താ സമ്മേളനം കഴിഞ്ഞ ഘട്ടത്തിൽ മീഡിയ വണ്ണിന്റെ ഉൾപ്പെടെയുള്ള ചാനൽ പ്രതിനിധികൾ ചോദിച്ച ചോദ്യമായിരുന്നു, എങ്ങനെയായിരിക്കും പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുക? ഒരു SFI പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു യുവാവ് എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കും? അന്ന് ഞങ്ങൾ നൽകിയ മറുപടി ഒരു ജെൻസി ക്യാമ്പയിൻ രീതിയായിരിക്കും അവലംബിക്കുക എന്നുള്ളതാണ്. പ്രചാരണത്തിലുടനീളം സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ തയ്യാറാക്കി റീലുകളിലൂടെയും വീഡിയോ കണ്ടന്റുകളിലൂടെയും ഒരു ജെൻസി ക്യാമ്പയിൻ ഒരു വശത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ കൃത്യമായി പോസ്റ്റർ പ്രചാരണം, ചുവരെഴുത്തുകൾ, ബോർഡുകൾ, ബാനറുകൾ, ജാഥകൾ, അത്തരത്തിലുള്ള സാമ്പ്രദായികമായി നമ്മൾ നടത്തി വരാറുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഹൗസ് ക്യാമ്പയിനുകൾ, സ്ക്വാഡ് വർക്കുകൾ അവയെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. താമരശ്ശേരി സംബന്ധിച്ച് വന്യജീവി ശല്യം കുറച്ചുകൂടെ കൂടുതലായിട്ട് വരുന്നൊരു മേഖലയും കൂടിയാണ്. അപ്പോൾ അത് ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് ചർച്ചയാവുന്നുണ്ട്. ഇനി ജയിക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയായിരിക്കും ഒരു മാറ്റം വരുത്താനുള്ള ഒരു എന്തൊക്കെയായിരിക്കും ആഗ്രഹിക്കുന്നത്? ഈ താമരശ്ശേരി ഡിവിഷനിലെ 2 മേഖലകളിലാണ്. പ്രധാനമായും കട്ടിപ്പാറ പഞ്ചായത്തിലെ ഒരു ഭാഗവും അതേപോലെ ഓമശ്ശേരി പഞ്ചായത്തിലെ ചില ഭാഗങ്ങളുമാണ് ഈ വന്യജീവി ശല്യം നേരിടുന്ന മേഖലകൾ. ആ മേഖലയിൽ ചില പരിഹാരങ്ങൾ മുന്നോട്ട് വെക്കുകയും ഒരു വാഗ്ദാനമായി ഞാൻ ഈ തെരഞ്ഞെടുപ്പിലുടനീളം ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജൈവവേലികൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് സോളാർ ഫെൻസിംഗ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നിലകൊള്ളുന്ന മേഖലകൾ അവരെ സ്വൈരവിഹാരത്തിന് വിടുകയും മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് മൃഗങ്ങൾ കടന്നു കയറി മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ അട്ടിമറിക്കാത്ത, ഭീതി അന്തരീക്ഷം സൃഷ്ടിക്കാത്ത നിലയിലേക്ക് മനുഷ്യ ജീവിതം സുഗമമാക്കുകയും ചെയ്യുന്ന നിലയിലേക്കുള്ള ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ ഈ ജൈവവേലിയും സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ട് സാധ്യമാകുമെന്ന് ഞാൻ കരുതുന്നു. ആ നിലയിലുള്ള പദ്ധതികൾ ഈ മലയോര മേഖലയിലെ വന്യജീവി ശല്യം നേരിടുന്ന മേഖലയിൽ നടപ്പിലാക്കാം എന്നുള്ളൊരു ആലോചനയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായി പങ്കുവെക്കുന്നത്. ആദ്യമായി ജനവിധി തേടുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു വെല്ലുവിളികൾ? എന്തൊക്കെയായിരുന്നു? പ്രധാനമായും ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 44 വാർഡുകളാണ്. അത് 4 പഞ്ചായത്തുകളിലായി പരന്നു കിടക്കുക. താമരശ്ശേരി പഞ്ചായത്ത് പൂർണ്ണമായും, കട്ടിപ്പാറ പഞ്ചായത്തിലെ 8 വാർഡുകൾ, കിഴക്കോത്ത് പഞ്ചായത്തിലെ 10 വാർഡുകൾ, ഓമശ്ശേരി പഞ്ചായത്തിലെ 4 വാർഡുകൾ. ഇങ്ങനെ 4 പഞ്ചായത്തുകളിലായി ചെതറിക്കിടക്കുന്ന 44 വാർഡുകളിലെ ഓരോ മനുഷ്യരെയും നേരിൽ കണ്ട് വോട്ട് ചോദിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമായ ഒരു കാര്യമായിരുന്നു.
അതിനുള്ള വലിയ ശ്രമം നടത്തുകയും പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ജാഥ പര്യടനങ്ങളായി, ഹൗസ് ക്യാമ്പയിനുകളായി, അങ്ങാടി ക്യാമ്പയിനുകളായി എല്ലാം ആളുകളിലേക്ക് എത്താൻ പരമാവധി ശ്രമിച്ചു. അത് പൂർണ്ണമാണ് എന്നുള്ള വിശ്വാസമില്ല. ഇപ്പോഴും നേരിൽ കാണാത്ത വോട്ടർമാർ തന്നെയായിരിക്കും ഭൂരിഭാഗവും. അവരിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരിലൂടെ കടന്നു ചെല്ലാൻ വേണ്ടി ശ്രമിച്ചു. ഒരു സ്ഥാനാർത്ഥിയുടെ പ്രതിനിധികളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ലഘുലേഖകളും അതേപോലെ തന്നെ സ്ലിപ്പുകളും അഭ്യർത്ഥനാ കത്തുകളുമായി എല്ലാ വീടുകളിലേക്കും കടന്നു ചെന്നിട്ടുണ്ട്. അങ്ങനെ പരമാവധി വോട്ടർമാരെ കണക്ട് ചെയ്യാൻ നേരിട്ടും അല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചും ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. ഈ ഒരു പരിമിതി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ജനങ്ങളിലേക്കിടയിലേക്ക് പരമാവധി തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ UDF പറയുന്നത് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് പിടിക്കും, അതിനുള്ള വാദങ്ങളടക്കം അവർ നിരത്തി കഴിഞ്ഞു. ഈ പല സ്ഥലങ്ങളിലും ഡിവിഷനുകളിലും അത്തരത്തിലൊരു മാറാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത്തരത്തിലൊരു മാറ്റം ഉണ്ടാവുമോ? നമ്മൾ സംസാരിക്കുന്ന കോഴിക്കോട് ജില്ലയെക്കുറിച്ചാണ്. ആകെയുള്ള 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു നിൽക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിൽ 27 അംഗസംഖ്യ. അതിൽ 18 പേരും ഇടതുപക്ഷമാണ്. എന്ന് പറഞ്ഞാൽ UDF 9 പേരേ ഉള്ളൂ. ഇടതുപക്ഷത്തിന്റെ പകുതിയാണ് ജില്ലാ പഞ്ചായത്തിലെ UDFന്റെ ആകെ പ്രാതിനിധ്യം. ഇത്തവണ അത് 28 ഉയർന്നിട്ടുണ്ട്. ആ 28-ൽ 14 മേലെ വേണമല്ലോ UDFന്. 15 സീറ്റ് കോഴിക്കോട് ജില്ലയിൽ എവിടെയാണ് ലഭിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇത്തവണയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഏതെങ്കിലും ഡിവിഷനിൽ UDF ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളതിനെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരുമെന്ന് തന്നെയാണ്. അത് സമീപകാല ചരിത്രത്തിൽ അങ്ങനെയാണ്. ഇത്തവണയും അത് ആവർത്തിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. എന്തായാലും ഇത്തവണയും കോഴിക്കോട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് അടക്കം നിലനിർത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് LDF ഉള്ളത്. അതിനായി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ജനവിധിക്കായി ബാക്കിയുള്ളത്. ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഈ LDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോകുന്നത്. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.